ചാപ്റ്റർ 4 ദി ഇൻ്റഗ്രൽ. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ കൺസെപ്റ്റുകളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് സെക്ഷൻ ദാറ്റ് ഈസ് 4.1 സമേഷൻ. സോ സമേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ സിഗ്മ i ഈക്വൽ ടു 1 to n ai. ഇതാണ് സമേഷൻ്റെ നൊട്ടേഷൻ ആൻഡ് ദിസ് ഈസ് a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an. n ടേംസിൻ്റെ സമ്മിനെ നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ സിമ്പിളാണ് ദിസ് സിഗ്മ. So if I equal to 1 to 5 xi, this will be x1 plus x2 plus x3 plus x4 plus x5. This is the notation for summation. Now here velocity എന്ന് പറയുന്നത് നമുക്കറിയാം displacement by time ആണ്. So velocity is approximately delta d by delta t, that is change in distance by change in time. അങ്ങനെയാണെങ്കിൽ delta d will be approximately equal to velocity into delta t. എന്ത് ചെയ്താൽ മതി? ഇയാളെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. So delta d is approximately velocity into delta d. For example, consider a bus is moving from this point, this starting point, and it travels in this direction, and the distance of bus from the origin is treated as y. അപ്പോൾ നമുക്കറിയാം velocity is given by delta y by delta t, and we have already discussed that in section 2.5. So ഇവിടെ rate of change of displacement, that is y, dy by rate of change of time, that is delta t. Delta t here is dt. So dy by dt ആണ് വെലോസിറ്റിയുടെ ഫോർമുല. Provided this bus travels in a constant velocity. ഈ ബസ് കോൺസ്റ്റന്റ് വെലോസിറ്റി പോവുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ആ ബസ് ആദ്യത്തെ ഒരു ഇത്രയും ഡിസ്റ്റൻസ് ടൈം ഇൻ്റർവൽ t1 വരെ ട്രാവൽ ചെയ്യുന്നത് വേറൊരു സ്പീഡിലായിരിക്കും, സം v1, ആൻഡ് അടുത്ത ടൈം ഇൻ്റർവൽ t2 വരെ ട്രാവൽ ചെയ്യുന്നത് വേറൊരു വെലോസിറ്റിയിലാണ് v2, എക്സെട്ര എക്സെട്ര. ഒരു t10 എന്ന് പറയുന്ന ടൈം ഇൻ്റർവെല്ലിൽ അത് ട്രാവൽ ചെയ്യുന്നത് സം v10 എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിലാണെങ്കിൽ യു കനോട്ട് യൂസ് ദിസ് ഫോർമുല. ഇതെന്തുകൊണ്ടാണ്? ഇത് വെലോസിറ്റി എന്ന് പറയുന്നത് ഒറ്റ വെലോസിറ്റി ആണെങ്കിൽ, കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിൽ. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യം ഈ ഒരു ഡിസ്റ്റൻസ് മാത്രം കണ്ടുപിടിക്കാം. ഈ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫസ്റ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് d1 എന്ന് വിളിക്കാം. d1 എന്തായിരിക്കും? d1 വിൽ ബി, ഇവിടെ ഒറ്റ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ് അല്ലേ, ഇവിടെ ഈ ടൈം ഇൻ്റർവെല്ലിൽ t1ൽ മൊത്തം വെലോസിറ്റി v1 ആണ്. സോ ദിസ് ഈസ് v1 ഇൻറ്റു ദാറ്റ് ടൈം ഇൻ്റർവെൽ ഡെൽറ്റ t1 ഓർ ഡെൽറ്റ എത്ര വരുന്ന വെച്ചാൽ ഇപ്പോൾ 2 സെക്കൻഡ് ആണെങ്കിൽ അത്, 3 സെക്കൻഡ്സ് ആണെങ്കിൽ അത്, അങ്ങനെ. Now d2 is this distance. There will be velocity v2 and into delta t2, etc. In 10th distance, d10 will be v10 into delta t10. Like that, we can write this formula as delta d equal to v1 delta t1 plus v2 delta t2 plus എക്സെട്ര. എത്ര ടൈം ഇൻ്റർവെൽസ് ഉണ്ടോ അത്രയും ടൈം ഇൻ്റർവെൽസ് വരും. ഈ ഒരു കേസിൽ 2 ടൈം ഇൻ്റർവെൽസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ഡിസ്റ്റൻസുകളാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ഈ കൺസെപ്റ്റ് നമുക്ക് ഡെഫിനിഷനിലേക്ക് മാറ്റാം. സമേഷൻ distance and velocity. If a particle moves with a velocity v1 for a time interval delta t1 and v2 for a time interval delta t2, etc., vn for a time interval delta tn, then the total distance traveled will be delta d equal to what?
നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷൻ v1 ഡെൽറ്റ t1 പ്ലസ് v2 ഡെൽറ്റ t2 എക്സെട്ര vn ഡെൽറ്റ tn. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. Example 1. That bus in the figure moves with the following velocities: 4 meter per second in the first 2.5 seconds. So v1 is 4, first time interval is 2.5, that is delta t1. Delta t1 is 2.5 and moves with the velocity v2 equal to 5 in the second time interval delta t2, that is 3 seconds, and v3 that is equal to 3.2 in the third time interval, that is 2 seconds, and the final velocity v4 that is 1.4 in the last time interval. So what will be the distance? Distance will be v1 into delta t1 plus v2 into delta t2 plus v3 into delta t3 plus v4 into delta t4. That will give you this one, 32.8 meters. So this is the way to find velocity or distance. ഏത് വേണമെന്ന് നമുക്ക് കാണാം according to the given problem. Now this summation can be written in the form delta d equal to sigma I running from 1 to n vi into delta ti. So this will give you v1 delta t1 plus v2 delta t2 plus etc. vn delta tn. So this is the use of this sigma notation. അപ്പോൾ ഇത് 4 പേരേ ഉള്ളെങ്കിൽ 4 സം എഴുതണമായിരുന്നു. അപ്പോൾ ഇവിടെ n 100 ഒക്കെ ആണെങ്കിൽ നമുക്ക് 100 ടേംസിൻ്റെ സം എഴുതണം. അപ്പോൾ ടൈം കൺസ്യൂമിംഗ് കൂടിയാണ്. എങ്ങനെ ചെയ്താൽ? if we are putting that as sigma. So sigma notation is, നേരത്തെ പറഞ്ഞു, I equal to 1 to n ai is given as a1 plus a2 plus etc. an. Now one example number 2, that is find sigma I running from 1 to 4 I running from 1 to 4 ai, where first term is a1 is 2, a2 is 3, third term is 4 and fourth term is 6. So sigma I running from 1 to ai എന്ന് പറയുമ്പോൾ എന്ത് വരും? അവരുടെ സം വരും. that is a1 plus a2 plus a3 plus a4, that is 2 plus 3 plus 4 plus 6, that will give you 15. Now B question is I running from 1 to 4 I square. So what is I square? So this expansion is 1 square plus 2 square plus 3 square plus etc. 4 square, that is 1 plus 4 plus 9 plus 60, that will give you 30. ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സിഗ്മ നൊട്ടേഷനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് a3 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ we can take I running from 3 to n ai. So this will give you I1 അല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്, I3 ആണ്. So first term is a3 plus next term is a4 plus etc. last term is an. Similarly you can use sigma bi, sigma ci, anything. Now example 3, we are asked to find sigma k running from 2 to 5 k square minus k. So this is equal to k യുടെ വാല്യൂ, സ്റ്റാർട്ടിംഗ് വാല്യൂ എത്രയാണ്? നേരത്തെ പറഞ്ഞ പോലെ 1 എന്നല്ല 2 എന്നാണ്. So this is 2 square minus 2, 2 square minus 2 plus 3 square minus 3 plus 4 square minus 4 plus 5 square minus 5. That will give you 4 minus 2 plus 9 minus 3 plus 16 minus 4 plus 25 minus 5, that is 2 plus 6 plus 12 plus 20, that's equal to 40. അപ്പോൾ സമ്മേഷൻ്റെ നൊട്ടേഷൻ നമ്മൾ പറഞ്ഞു, സിഗ്മ
I running from 1 to n ആവാം, sigma I running from m to n ആവാം. So this will give you from am. First term will be am, next term will be am plus 1 plus etc. Last term will be an. Now there are some properties. Sigma I running from m to n ai plus bi can be separated into two sums, that is sigma I running from m to n ai plus sigma I running from m to n bi. നമ്മൾ സാധാരണ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ലിമിറ്റിൻ്റെയും അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെയും ഇതിൻ്റെയൊക്കെ പ്ലസ് ടുവിൽ പഠിച്ചിരിക്കണം അതേ കൺസെപ്റ്റ് തന്നെ. അതിൻ്റെ എല്ലാം ബാക്ക് ബോൺ ആണ് ഈ സമേഷൻ്റെ ഈ പ്രോപ്പർട്ടീസ്. സിമിലർലി സിഗ്മ സി എ ഐ ഈസ് സി ഇൻറ്റു സിഗ്മ എ ഐ. അതേപോലെ സിഗ്മ ഐ റണ്ണിങ് ഫ്രം എം ടു പി ക്യാൻ ബി സ്പ്ലിറ്റഡ് ഇൻറ്റു ഐ റണ്ണിങ് ഫ്രം എം ടു n then n plus 1 to p. This is like, suppose this is a1 this is like am plus etc plus an plus plus 1 plus etc ap. ഇതാണ് എന്ത് I running from m to p ai. So first n minus m ആൾക്കാരെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. I running from m to n, n വരെയുള്ള സം, m ൽ നിന്ന് n വരെയുള്ള സം പ്ലസ് അടുത്ത സം n plus 1 മുതലുള്ള p വരെയുള്ള ആൾക്കാർ. അപ്പോൾ അതിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. Now if ai equal to c for all I with m less than or equal to I less than or equal to n, where c is a constant, then sigma I running from m to n ai. So this is am plus 1 plus etc an. പക്ഷെ ഇവരെല്ലാം സി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ഐ is equal to c for all I. So this is c plus etc c. എത്ര c terms ഉണ്ട്? a1 മുതൽ an വരെ n terms ഉണ്ട്. There are n terms of a1. ബട്ട് നമ്മുടെ സമേഷൻ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? am മുതലാണ്. സോ a1 മുതൽ am വരെ എത്ര ടേംസ് ഉണ്ട്? m minus 1 ടേംസ്. ശരിയല്ലേ? സോ ദിസ് വിൽ ഗീവ് യു c എത്ര ടൈംസ് c? n minus m plus 1, because this is c into n minus of m minus 1. And if ai less than or equal to bi, the summation will also be like that. For example, if 2 less than 3, 5 less than 10, 8 less than 9. So this summation will give you 15 and this summation will give you 22. This is less than. ശരിയല്ലേ? ഇവിടെ ലെസ് ദാൻ ആണ് ഓരോ ടേംസും എങ്കിൽ ഓരോ a1 ലെസ് ദാൻ a2, b1 a1 ലെസ് ദാൻ b1, a2 ലെസ് ദാൻ b2 etc ആണെങ്കിൽ that summation is also less than or equal to the other one. Now sum of the first n integers. നമുക്കറിയാം സം ഓഫ് ദി ഫസ്റ്റ് n ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n. ഇതിൻ്റെ ഒരു ഫോർമുല റെഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഇതിനെങ്ങനെ എഴുതാം? സം ഓഫ് ഫസ്റ്റ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ സിഗ്മ ഐ റണ്ണിങ് ഫ്രം 1 to n i. ശരിയല്ലേ? അപ്പോൾ ഐക്ക് 1 കൊടുത്താൽ ദിസ് ഈസ് 1 പ്ലസ് ഐക്ക് 2 കൊടുക്കുമ്പോൾ 2 പ്ലസ് എക്സെട്ര n. സോ ഈ സമ്മ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി നീഡ് ടു ഫൈൻഡ് ദിസ് സം. സോ ഐ ആം നോട്ടേറ്റിംഗ് ദാറ്റ് ആസ് എസ്. So s equal to 1 plus 2 plus etc plus n minus 1 plus n. And again same s equal to, ഞാൻ റിവേഴ്സ് ചെയ്ത് എഴുതാണ്, that is n plus n minus 1 plus etc 2 plus 1. രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ 1 plus 2 plus 3 is same as what? 3 plus 2 plus 1. So adding this equation you will get 2 times s equal to, ഫസ്റ്റത്തെ രണ്ടാളുടെ സം എന്താ? 1 into n into
എൻ പ്ലസ് വൺ, ശരിയല്ലേ? പ്ലസ് അടുത്ത ആൾക്കാരുടെ സമയം എന്താ, 2 and n minus 1 will give you again n plus 1 etc. The last term n plus 1 give you the same value. So എത്ര ടേംസ് ഉണ്ട്, n ടേംസുകളുണ്ട്. So this is n into n plus 1. So s equal to n into n plus 1 by 2. So this is the sum of the first n numbers. So for example, find the first sum of first 100 integers. So putting n equal to 100 in the previous formula, you will get that as 100 into n plus 1, that is 100 into 101 by 2. So this is 50 into 101, that will give you 50, that is 5050. Similarly, example number 5. Example number 5 is actually 4 plus 5 plus 6 plus 29. That means sum of I running from 1 to 29i. First, this is sum of first 29 numbers minus നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് 29 numbers അല്ല, ഇതിൽ 1 plus 2 plus 3 കൂടി വന്നാൽ എന്തായി, sum of first 29 numbers ആയി. So this is actually sum of 29 numbers, first 29 numbers minus the sum of first 3 numbers. ശരിയല്ലേ? ആദ്യത്തെ 29 നമ്പറിന്ന് ആദ്യത്തെ 3 നമ്പർ മൈനസ് ചെയ്താൽ മതി. സോ 4 പ്ലസ് 5 പ്ലസ് എക്സെട്ര 29 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫോർമുല കൊടുത്താൽ മതി. ആദ്യത്തെ ആളെന്താ, 29 ഇൻറ്റു 30 ബൈ 2 മൈനസ് രണ്ടാമത്തെ ആളെന്താ, 3 into 4 by 2. So after simplification, you can obtain this as 429. Similarly, example number 6 also. 6ൽ j minus 2ൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. But j is from 3. j 3 means what? First term is 3 minus 2, that is 1. Plus second term j 4 ആകുമ്പോൾ എന്താ സംഭവിക്കുക, 4 minus 2, that is 2. Plus etc. j 102 ആകുമ്പോൾ എന്താ സംഭവിക്കുക, 102 minus 3, that is, sorry, 102 minus 2, that is 100. So you are again asked to find the sum of first 100 numbers that we have already done here. And വേറൊരു manner ആണ് പറയുന്നത്, using the property 1, you can split the summation sigma j running from 3 to 102j minus sigma j running from 3 to 102 that is sigma j running from 1 to 102j. This is sum of first 102 numbers minus sigma j running from 2 j minus 2 into 100. അപ്പോൾ അവിടെ 2 മാത്രമാണ് അവിടെ വരുന്നത്, that is from property 3 and 4. And simplifying this, you will get 5050. അപ്പോൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യണം നിർബന്ധമില്ല, you can do by this manner, which is much easier. Now there is one example. Show that sigma I running from 1 to n I cube minus I minus 1 whole cube equal to n cube. For that, put I equal to 1. 1 കൊടുക്കുമ്പോൾ എന്താ വരിക, 1 cube minus ഇത് ഇവിടെ ഐ ക്യൂബാണ്, ഇവിടെ ഐനേക്കാൾ ഒരാളുടെ കുറവ്, അയാളുടെ ക്യൂബാണ്. സോ ഫസ്റ്റ് ടേം 1 ആകുമ്പോൾ ഇത് 0 ക്യൂബ്. സോ 1 ക്യൂബ് മൈനസ് 0 ക്യൂബ് പ്ലസ് ഐക്ക് 2 കൊടുക്കുമ്പോൾ 2 ക്യൂബ് മൈനസ് 1 ക്യൂബ് പ്ലസ് 3 ക്യൂബ് മൈനസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര n മൈനസ് 1 ക്യൂബ് മൈനസ് n മൈനസ് 2 ക്യൂബ് പ്ലസ് ലാസ്റ്റ് ടേം വിൽ ബി, ലാസ്റ്റ് സമ്മേഷൻ ഏത് വരെയാണ്, n വരെയാണ്, n ക്യൂബ് മൈനസ് n മൈനസ് 1 ക്യൂബ്. ഇവിടെ നോക്കൂ, 1 ക്യൂബും മൈനസ് 1 ക്യൂബും ക്യാൻസൽ ആവും, 2 ക്യൂബും മൈനസ് 2 ക്യൂബും ക്യാൻസൽ ആവും. സിമിലർലി 3 ക്യൂബും മൈനസ് 3 ക്യൂബും ക്യാൻസൽ ആവും. ഇവിടെ ഒരു 4 ക്യൂബ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 4 ക്യൂബ് ഉണ്ടാവും, എക്സെട്ര n മൈനസ് 1 ക്യൂബും n മൈനസ് 1 ക്യൂബും ക്യാൻസൽ ആവും. n മൈനസ് 2 ക്യൂബിൻ്റെ മുന്നൊരു n മൈനസ് 2 ക്യൂബ് പ്ലസ് ഉണ്ടാവും.
അപ്പോൾ എല്ലാ ടേംസും ക്യാൻസൽ ആവും. ആകെ 2 ടേംസിന് മാത്രമാണ് ഓപ്പോസിറ്റ് സൈൻ ഇല്ലാണ്ട് വരുന്നത്. ഒന്ന് ഈ 0 ക്യൂബ്, രണ്ടാമത്തെ ആൾ ഈ ലാസ്റ്റ് ടേം n ക്യൂബ്. സോ ദ സമേഷൻ വിൽ ബി n ക്യൂബ് മൈനസ് 0 ക്യൂബ്, ദാറ്റ് ഈസ് n ക്യൂബ്. That is the answer. And this type of summation is known as telescopic sum. അതായത് സിഗ്മ I running from 1 to n ai minus ai minus 1 എന്താ വരിക? iക്ക് 1 കൊടുത്താൽ ദിസ് ഈസ് a1 മൈനസ് a0 പ്ലസ് അടുത്ത ടേം എന്താ വരിക? iക്ക് 2 കൊടുക്കുമ്പോൾ a2 മൈനസ് a1. അപ്പോൾ തന്നെ a1ഉം മൈനസ് a1ഉം ക്യാൻസലായി. പ്ലസ് അടുത്ത ടേം എന്താ വരിക? a3 മൈനസ് a2. അത് വന്നപ്പോൾ തന്നെ a2 മൈനസ് a2 ക്യാൻസലായി. അടുത്ത ടേം എന്താ വരിക? a4 മൈനസ് a3, a3n മൈനസ് a3. അങ്ങനെ എല്ലാവരും ക്യാൻസലായിട്ട് ലാസ്റ്റ് an മൈനസ് 1 ഉണ്ടാവും. അല്ല an മൈനസ് 1ഉം ക്യാൻസലാവും. anനും ഫസ്റ്റ് ടേമായിട്ടുള്ള a0നും മാത്രമാണ് റിപ്പീറ്റേഷൻ വരാത്ത. ബാക്കി ആ സമ്മിലെ എല്ലാ ടേംസിനും റിപ്പീറ്റേഷൻ ഉണ്ടായിരിക്കും. So sum will be an minus a0. This sum is known as telescopic sum. Now example 8, that is the same problem. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്. ആ പ്രോബ്ലത്തിന് ഈ ഒരു ടെലിസ്കോപ്പിക് സമ്മിൻ്റെ കൺസെപ്റ്റിൽ സോൾവ് ചെയ്തിരിക്കുകയാണ്. അത്രയാണ് അവിടെ ചെയ്തിട്ടുള്ളൂ. Now you have exercise problems 4.1. പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ we can discuss it.